ഹലോ, അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഇതാ സുധിയാട്ടുണ്ട് കണ്ണനോടെ. കണ്ണ അത് നോക്ക്. ആ ഷൂ ഇടട്ടോ, ഷോക്സ് ഇടുകയാണ്. ഷോക്സ് ഇട്ടേച്ച് ഷൂ ഇടട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്താണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞ പോലെ എങ്ങോട്ടാന്ന് ഞാൻ അപ്പം പറയണില്ല, അവിടെ എത്തിയിട്ട് പറയാം. അതേപോലെ തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ആരൊക്കെ കൂടെ ഉള്ളതൊന്നും, ആരൊക്കെ ഇവിടെ നിന്നൊക്കെ കയറും എന്നൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ വീഡിയോയിലൂടെ ഇങ്ങനെ കാണാം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. വൈകുന്നേരമായി 5:30 ഇതാ പോവുകയാണ്. നനച്ച് കഴിഞ്ഞോളൂ, തേപ്പ് നനച്ച് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി ബാക്കി വീഡിയോ കാണാം. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മേരെ തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി നിൽക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ, കാണുള്ളൂ. എന്നൊക്കെ ഉണ്ട്. ചിന്നുട്ടുണ്ട്, സുധിയാട്ടൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. പിന്നെ ഇവിടെ അമ്മ ഉണ്ടായിരുന്നു, അമ്മ അങ്ങോട്ട് പോയി. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി ഫോൺ വിളിക്കാനപ്പം എന്തും പോയതാണ്. ഏട്ടനെ ശ്രീകുട്ടി, മുന്നിൽ കണ്ണനും പോണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബക്കാരുടെ വീടാട്ടോ. ഇവിടെ ഇതാ ആലപ്പണി എന്ന് പറയും, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ആലപ്പണി അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള ആ വീടും സുധേട്ടൻ്റെ കുടുംബക്കാരുടെ വീടാണ്. എൻ്റെ ഫ്രണ്ട് കാണിച്ചത്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട്. മൂന്നാളും കൂടി ബസ് എത്താക്കട്ടോ. ഞാൻ പറഞ്ഞില്ല, ബസ്സിന് ഇവിടുന്ന് വളാഞ്ചേരിക്ക് പോവും, അവിടുന്ന് ഗുരുവായൂർക്ക് ബസ്സിനാണ് പോണത്. അവിടുന്ന് സമയത്ത് ഞങ്ങൾ ഓട്ടോ വരുന്നുണ്ടായിരുന്നു. ഓട്ടോയിലോട്ട് ഇതാക്കിയത് ഇവിടെ കേട്ടോ, എണ്ണടിക്കാൻ വേണ്ടി നിർത്തുകയാണ്. വളാഞ്ചേരിയാണ് കേട്ടോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ വളാഞ്ചേരി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച്. ഇനി ഗുരുവായൂർക്ക് പോകാനുള്ളല്ലോ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച്. ഓർഡർ ചെയ്തിരുന്നു. പിന്നെ കണ്ണനും ഓർലിസ്, സുധിയേട്ടനും ശ്രീകുട്ടിയും അവിൽ മിൽക്ക്, ഞാനും ചായയും ബർഗറും കേട്ടോ ഓർഡർ ചെയ്ത്. ഇപ്പോൾ ശ്രീകുട്ടി ബർഗർ കഴിക്കാം, ചിക്കൻ്റെ ബർഗർ കേട്ടോ. ഇതിങ്ങനെ വയ്ക്കും, ഇങ്ങനെ സോസ് അവിൽ മിൽക്ക് കൂടെ വന്നാണ്. കണ്ണൻ അവിൽ മിൽക്കും വേണം, ബർഗറും വേണം. ശ്രീകുട്ടി അത് നല്ല മിസ് ചെയ്യണം. ഇത് നോക്ക്, രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ ശ്രീകുട്ടി? ടേസ്റ്റ് ഉണ്ടോ? ഇത് ഈ ഒരു ബർഗർ കട്ട് ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ, കണ്ണനായി ഫുള്ളായിട്ട് കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ബസ് കയറാൻ വേണ്ടി വളാഞ്ചേരി ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് വന്നാണ്. അപ്പോൾ സമയം 6 മണിയായി, ഇതുവരെയായിട്ടും ബസ് വന്നിട്ടില്ല. അപ്പോൾ അമ്മനെ വിളിച്ചപ്പോൾ അമ്മ പറയണത് ഓരോന്ന് ബസ് നിർത്താതെ പോയി എന്നാണ് അറിയണത്. ഇവിടെ ഇതിലേക്കുള്ള ഗുരുവായൂരിക്കുള്ള. ഞങ്ങൾക്ക് പിന്നെ ഒരു KSRTC കിട്ടി. ആ KSRTCയിൽ കയറിയിട്ട് ഞങ്ങൾ ഗുരുവായൂർ വന്നിറങ്ങി. അങ്ങനെ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് സ്റ്റേഷനിലെത്തി. അത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാട്ടോ അത് അപ്പുറത്തുള്ളത്. ഇത് പ്ലാറ്റ്ഫോം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ ട്രെയിൻ ഉള്ളത്. അപ്പം കോണി കയറിയിട്ട് ഇനി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പിന്നാലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡ് ഫുള്ളും ആൾക്കാർ വരികയാണ്. ചില ഭാഗത്ത് ആൾക്കാർ ട്രെയിനിൻ്റെ ഡോറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ ഞങ്ങൾ ജനലും കൂടി എടുത്തത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റിലേക്ക് ആദ്യം പോയത്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സുധിയേട്ടൻ പറഞ്ഞു പോക്കുന്ന ഫസ്റ്റിലേക്ക് പോയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പോയിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കട്ടോ, 11:15 ട്രെയിന്. അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ കാണിച്ചു തരാം. അമ്മ ഇതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അമ്മ ഒരായി പറഞ്ഞാളെ. ഇത് അമ്മേൻ്റെ അമ്മ, പിന്നെ ശ്രീകുട്ടി, ഇത് മാമൻ, അമ്മൻ്റെ അനിയൻ, ഇത് അച്ഛന് എല്ലാവരൊക്കെ പരിചയം ഉണ്ടാവല്ലോ, ചിന്നിൻ്റെ വ്ളോഗ് കണ്ടിട്ട്. പിന്നെ സുധിയേട്ടൻ, പിന്നെ അമ്മച്ചൻ ഉണ്ട് അവിടെ ഇരിക്കുന്നതാ. അപ്പോൾ പുറത്തിരിക്കണം കേട്ടോ അമ്മച്ചൻ, കാണുന്നില്ലേ? അച്ഛൻ കൂടി എല്ലാവരും കാണിച്ചു തരാം.
അമ്മ സുധിയേട്ടൻ എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടൊക്കെ കഴിച്ച് മാമൻ ബിരിയാണി കൊണ്ടുവന്നിരുന്നു. മാമൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം അങ്ങനായിട്ട് അവിടുന്ന് ബിരിയാണി കൊണ്ടിരുന്നു. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടിരുന്നു, വെറുജോറൊക്കെ. പിന്നെ ചപ്പാത്തി, അമ്മമ്മ ചപ്പാത്തിയും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പം ഇനി രാവിലത്തെ ബാക്കി വിശേഷങ്ങൾ രാവിലെ ആവാം. അത് കഴിഞ്ഞത് രാവിലെ ആയിരുന്നു കേട്ടോ. രാവിലെ തിരുവനന്തപുരമൊക്കെ എത്താനാവണുള്ളൂ. അപ്പോഴത്തെ കാഴ്ചയാണ് ശ്രീകുട്ടിയും കണ്ണനതാ അമ്മൻ്റെ കൂടെ അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയാണ്. സുധിയേട്ടൻ കിടക്കുകയാണ്, അമ്മമ്മ ഉറങ്ങുകയാണ്. ഇതേപോലെ തന്നെ മാമൻ്റെ ഉറങ്ങണം. മാമൻ രാവിലെ രാത്രി ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. എന്നിടയ്ക്ക് എപ്പോഴും നീച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ പുറത്ത് നല്ല വ്യൂ ഉണ്ട്, കുറേ മലകളായിട്ടും എന്താ പറയുക, നല്ല നല്ല ചെടികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വിഷ്വൽസ് ഇനിയുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ ആൾക്കാർ പരിചയപ്പെടുത്തുന്നില്ല. ഇവരൊക്കെ ഉണ്ടിട്ട് ഞങ്ങളെ കൂടെ ട്രിപ്പിന്. അപ്പം നവ്യാനും ബൈക്കിന് വരച്ചിട്ടാണ്. അപ്പോൾ അൻവികനെ ഞങ്ങളെ കൂടെ ട്രെയിനിൽ പറഞ്ഞയക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന്. ഞങ്ങൾ എൻ്റെ അമ്മമ്മേൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ അമ്മമ്മേൻ്റെ നാടെന്ന് പറയുന്നത് വാഞ്ചിമണിയാച്ചി എന്ന് പറയും. തിരുനെൽവേലിയൊക്കെ കഴിഞ്ഞിട്ട് വാഞ്ചിമണിയാച്ചി എന്ന് പറയും. അപ്പം അവിടെ ഉത്സവമാണ് ചൊവ്വാഴ്ച. ഞായറാഴ്ച തൊട്ടേ ഉത്സവമുണ്ട്. പക്ഷേ ചൊവ്വാഴ്ചയാണ് അവിടെ മെയിൻ, ചൊവ്വയും ബുധനൊക്കെ. പിന്നെ ഓരോരോ പരിപാടിയുണ്ട്, രാത്രിയൊക്കെ ഓരോരോ പരിപാടികളും പൂജയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഉത്സവത്തിന് വരുന്നത്. അതിന് മുന്നൊക്കെ ഞാൻ വരലുണ്ട്. ഞങ്ങൾ ഉത്സവത്തിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോവൽ, പരിപാടികളും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അൻവിനെ ഞങ്ങളെ കൂടെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അപ്പോൾ നവ്യും അനുവും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് വരും. പിന്നെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഓരോ മലകളും ഇതാണ്, നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളൊന്ന് കണ്ടുനോക്കണ്ടോ. ഇതേപോലെ മധുരയ്ക്കൊക്കെ ട്രിപ്പ് പോകണവരൊക്കെ ഈ കാഴ്ച കാണാതിരിക്കില്ല, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ മലകളൊക്കെ കണ്ടപ്പോൾ വെറുതെ എടുത്തിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ കൃഷികളും ഒക്കെ ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ലൊരു ഭംഗിയാണ് ആ മലയ്ക്കും ഇതിനൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ട്. പിന്നെ പഴനി പോകുമ്പോൾ കാണലുണ്ട് ഇങ്ങനത്തെ മല, അതേപോലെ തന്നെ നല്ലൊരു മലയാണ്. ഇതിങ്ങനെ ചുറ്റൂറ് പോകുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഫോണിൽ പകർത്തിയാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുക. ഇങ്ങനത്തെ വീഡിയോസ് കാണാനൊക്കെ, ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ട്രാവൽ വീഡിയോസ് കാണാനൊക്കെ ആഗ്രഹമുള്ളവർ അതിനനുസരിച്ച് അഭിപ്രായം പറയാം. പിന്നെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡും പോകുന്നുണ്ട്, അതിൽ ബസ് പോകണോട്ടോ കാണുന്നത് ഇടയിൽ കൂടെ. പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ നല്ല മഴ പെയ്തിട്ട് വന്നിട്ട് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇത് പുഴയാണ്. പക്ഷേ എല്ലായിടത്തും കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ഇത് പുഴ രൂപത്തിലാണ്, കണ്ടോ. പിന്നെ കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ നോക്കിയാൽ, പിന്നെ ഇവിടെ നമ്മൾ കേരളം വിട്ടാൽ പിന്നെ കാണുന്ന ഒന്നാണ് കാറ്റാടി യന്ത്രങ്ങൾ. അതുകൊണ്ട് നല്ലോണം, അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. പിന്നെ ആര്യവേപ്പിൻ്റെ മരങ്ങളാട്ടോ കൂടുതലുള്ളത് ഈ പുഴേൻ്റെ രണ്ട് സൈഡ്. പിന്നെ ഒരു മുള്ളിൻ്റെ പോലത്തെ മുള്ളിൻ്റെ പോലത്തെ നമ്മളെ പുളീൻ്റെ ഇല ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു ചെടിയുണ്ട്. അത് നല്ല ഭംഗിയെ കാണാം. പിന്നെ അത് ചൂള ഇഷ്ടിക ഇതാക്കണ അതുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ സൈഡുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ എടുക്കാൻ പോയപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ട് ഇവിടെ അതൊക്കെ കണ്ടോ, ആര്യവേപ്പിൻ്റെ ഇല മരങ്ങളൊക്കെയാണ്. പിന്നെ കണ്ടോ വീടുകൾ, അതൊക്കെ ഒരു നല്ലൊരു കാണാനൊരു. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി വാഞ്ചിമണിയാച്ചി ഇറങ്ങിയിട്ടാ ട്രെയിൻ പോകണുള്ളൂ. അമ്മ അതൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ മുന്നിലുള്ളവരെ ഞാൻ കാണിച്ചത് അമ്മച്ചൻ, അമ്മമ്മ, സുധിയേട്ടൻ, മാമനൊക്കെ പോകുന്നുണ്ട്. നല്ല വെയിലാട്ടോ. പക്ഷേ കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ളത് അറിയണില്ല, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഈ സ്റ്റേഷനിൽ നല്ല പുരോഗമനം പറഞ്ഞാൽ നല്ല പുരോഗമനം ഉണ്ട്. ആ കാണുന്ന ലാസ്റ്റ് അവിടേക്കായിരുന്നു ഒരു ചെറിയൊരു ഇതായിരുന്നുള്ളത്. ഇപ്പം കണ്ടോ നല്ല അവിടെ എന്താണ് ഇത് ബ്രിഡ്ജൊക്കെ മേലെ കൂടെ അങ്ങോട്ടും പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള ബ്രിഡ്ജ് അങ്ങനെയൊക്കെ വന്നാണ്. അങ്ങനത്തെ യാതൊരുവിധ സൗകര്യങ്ങളില്ലാത്ത സ്റ്റേഷനായിരുന്നു. ആകെ 1-2 ട്രാക്ക് മാത്രമുള്ള സ്റ്റേഷനും കൂടിയായിരുന്നു. ഇപ്പം കണ്ടോ. പിന്നെ ചുറ്റൂർ കാറ്റാടിപ്പാടാണുള്ളത്. പിന്നെ ഇതാണ് ഞാൻ നടക്കണോണ്ടാട്ടോ ഷേക്ക്. പിന്നെ ഇതാണ് അമ്മമ്മേൻ്റെ അനിയത്തി കേട്ടോ, എളാമ്മ. ഞങ്ങളെ എളാമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ആദ്യമൊക്കെ അങ്ങനെ തന്നെ ഇന്ന് ഒരു വണ്ടി വിളിച്ച് വരും ഞങ്ങളെ കൊണ്ടുപോകാൻ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ ബസ് ഉണ്ടാവും, ഞങ്ങൾ വന്ന ട്രെയിനിന് ആ സമയത്ത് ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോവും. അങ്ങനെയാണ്.
പിന്നെ ഇവിടെ ഇതാ ഞങ്ങൾ പോണത് ബുക്ക് ചെയ്യാൻ വന്ന കേട്ടോ. എന്ന് വെച്ചാൽ വരുമ്പോൾ തന്നെ ജനറലാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ബുക്ക് ചെയ്തിട്ട് റിസർവേഷൻ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. ഈ ഒരു സാധനം എല്ലാവർക്കും മനസ്സിലായി. ഇതാണ് എരിക്ക്, നമ്മളെ മേത്തുള്ള നീർക്കെട്ട് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ. സുധിയേട്ടന് എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ സൈഡിൽ നീർക്കെട്ടും അങ്ങനെ വേനുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ എണ്ണ തേച്ചിട്ട് ഇതെന്താ ആവിയിൽ അല്ലെങ്കിൽ ഇതിലെ ചാക്കിയിട്ട് വെക്കാനുണ്ടായിരുന്നത് ഈ ഒരു സാധനം. കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചായ കുടിച്ച് സമയം 10 കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബസ് ഉണ്ടായി പോയി. പിന്നെ വില പേശി ഒരു 500 റുപ്യാണ് കേട്ടോ ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞത്. വില പേശി ഞങ്ങളൊരു 350 ഇതാക്കിയിട്ട് പോവുകയാണ്. പിന്നെ ഇനി ബസ്സുള്ളത് 12:15 12:30 അപ്പോൾ അത്രയും നേരം ഇവിടെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അവരോട് വില പേശി സാധനങ്ങളൊക്കെ എടുത്തേച്ച് മാമനും സുധിയേട്ടനോട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തേക്കുണ്ട്. അച്ഛനും കൂടുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി അതിൽ കൊള്ളിച്ചു. മാമനും സുധിയേട്ടനും അച്ഛനും കൂടി ബാക്കത്തേലും ബാക്കി എല്ലാവരും മുന്നിലും, അമ്മച്ചൻ ഡ്രൈവറിൻ്റെ സീറ്റിലായിട്ട് അങ്ങനെ പോകും കേട്ടോ. പിന്നെ അമ്മൂമ്മൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു എന്ന്. അപ്പോൾ അമ്മൂമ്മൻ്റെ അനിയത്തി ഉണ്ട് ഞങ്ങളെ കൂടെ. വരുമ്പോഴാണ് പിന്നെ നവ്യാനൊക്കെ വന്നത്. അവർക്ക് അവിടെ നിന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇങ്ങോട്ട് ആകെ 3-4 മണിക്കൂറുള്ളൂ. പിന്നെ അനുവിൻ്റെ ഫ്രണ്ട് വിഷ്ണുവേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അതാ ഞങ്ങൾ വണ്ടിയിലിരിക്കണ പോകുന്ന ഞങ്ങളുടെ അമ്മൂമ്മൻ്റെ അനിയത്തി കേട്ടോ. അവർ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അമ്മച്ചൻ ഇരിക്കുന്നത് സുധിയേട്ടനും അച്ഛനും മാമനൊക്കെ അത് ബാക്കിലിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ വിശേഷങ്ങൾ പിന്നെ ഇവിടുത്തെ ഓരോരോ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. പച്ചപ്പില്ല കേട്ടോ, ഇവിടുത്തെ ഭംഗി അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്ക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ വരും ദിവസങ്ങളിൽ ഞങ്ങളൊരു 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പം ടാറ്റാ ബൈ ബൈ.